ഞങ്ങൾ എന്തോന്ന് ഞങ്ങൾക്ക് ഒരു വഴിയില്ല. അയ്യോ വേലത്ത് എത്ര സമയം കൊണ്ട് കിടക്കുന്നേ. ഇവിടെ ഒരു മന്ത്രി ഉണ്ടല്ലോ, കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ഉണ്ടല്ലോ, ആരാണ്? ബാലഗോപാൽ സാർ. എവിടെ കാണാറുണ്ട്, ഉദ്ഘാടനങ്ങളൊക്കെ കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ നിരവധി ഉദ്ഘാടനങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നും ഉദ്ഘാടനമാണ്. പക്ഷേ ഈ സാധാരണക്കാരുടെ വിഷമം കാണുന്നില്ലല്ലേ? നമ്മൾ കൂടെ കുടുംബാംഗം മരണപ്പെട്ടാൽ നമ്മൾ എവിടെ കൊണ്ടുപോകും? വഴി വെച്ച ഇതുവരെ വഴി വെച്ചേക്കാനല്ലേ പറ്റുള്ളൂ അല്ലേ? ഒരു നഗരസഭയുടെ ഭരണകൂടം ഉണ്ട് അല്ലെ? അനിത ഗോപകുമാർ എന്നൊരു പുതിയ ചെയർപേഴ്സൺ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അവരെവിടെ? ഈ 10-20 ദിവസക്കാലമായി ഇവിടെ ഇതില്ല. ഇവിടുത്തെ ഭരണ സ്ഥിരാകേന്ദ്രമായ നഗരസഭയുടെ അണ്ടറിലുള്ള ഈ കൊട്ടാരക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു വിധത്തിലുള്ള സജ്ജീകരണവുമില്ലാതെ പ്രവർത്തിച്ചു വരുന്നു. രോഗികൾക്ക്, കൂട്ടിരിപ്പുകാർക്ക് അത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. കാരണം അതായത് NHയുടെ ഫണ്ടുള്ള, അതായത് പ്രസവം കഴിഞ്ഞിട്ട് പ്രസവിച്ചു കഴിഞ്ഞിട്ടുള്ള അമ്മമാരെ കൊണ്ടുപോകാനുള്ള വാഹനം പോലും ഇല്ലാതെ അവർ ഒരു നെറികേടിന്റെ ഒരു കുത്തരങ്ങായിട്ട് മാറിയിരിക്കുന്ന ഈ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ പുറത്തു പറയാനും പറയാതിരിക്കാനും പറ്റത്തില്ല. അത്തരത്തിലുള്ള നിരവധി കെടുകാര്യസ്ഥതയുടെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. നിരന്തര സമരമുഖങ്ങളിലെത്തിരിക്കുന്ന പൊതുജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടനുഭവുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ BJP കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരപരിപാടി ഇവിടെ ആഹ്വാനം ചെയ്ത് നടപ്പിലാക്കി. അതുകൊണ്ട് ഈ സമരപരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് കൊട്ടാരക്കരയുടെ BJPയുടെ മണ്ഡലം പ്രസിഡന്റാണ് ശ്രീമാൻ അനീഷ് കരക്കയുടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം, പ്രതീകാത്മക സമരം, മോർച്ചറിക്ക് മുമ്പിൽ ശവശരീരം കിടത്തിക്കൊണ്ടുള്ള പ്രതീകാത്മക സമരം നടത്തിയതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി എല്ലാവർക്കും ഈ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആശുപത്രിയാണ്. സുപ്രസിദ്ധിയല്ല, കുപ്രസിദ്ധിയിലൂടെ ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആശുപത്രിയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. അവിടെ നിന്ന് മറക്കാതെ പോകേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി, കേരളത്തിലെ 2ാം സ്ഥാനം വഹിക്കുന്ന, ധനം കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ അഭിമാനമാണ്. കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. അതാണ് അത്ഭുതം. കൊട്ടാരക്കര മണ്ഡലത്തിന്റെ MLA ആയിട്ടുള്ള ധനകാര്യ മന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു താലൂക്ക് ആശുപത്രി ദിനം പ്രതി ആയിരക്കണക്കിന് പാവപ്പെട്ടവർ, ആയിരക്കണക്കിന് സാധാരണക്കാർ അഭയം തേടുന്ന പാവപ്പെട്ടവരുടെ ധർമാശുപത്രിയായിട്ടുള്ള കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ അവസ്ഥ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ നാട്ടിലെ സാധാരണക്കാർ, കൊട്ടാരക്കരക്കാർ മാത്രമല്ല, കൊല്ലം ജില്ലയുടെ പല ഭാഗത്തു നിന്നാണ് ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയും ഇതുപോലെ ശവശരീരം വെക്കുന്നതിനും നിരവധി കാര്യങ്ങൾക്കായി ഈ ആശുപത്രി സമീപിക്കുന്നത്. പക്ഷേ ഇവിടെ സമീപിക്കുന്നവരെയെല്ലാം നിരാശാജനകരാക്കിക്കൊണ്ട് അവരെ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട അവസ്ഥ. കയ്യിൽ 50-100 രൂപയും കൊണ്ട് വരുന്നവർ, ആംബുലൻസ് പോലും വിളിക്കാൻ കാശില്ലാത്തവർ എവിടെ കൊണ്ടുപോകും? ഇപ്പോൾ ഞങ്ങൾ സമരം ചെയ്യുന്നത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ആദ്യം ഞങ്ങളുടെ വിഷയം ഇതാണ്, മോർച്ചറി. 10-20 ദിവസക്കാലമായി ഈ മോർച്ചറി പ്രവർത്തനരഹിതമാണ്. കഴിഞ്ഞ HMC-യിലടക്കം നമ്മൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചു. ഈ ഇവിടെ ഇരിക്കുന്ന ഫ്രീസറുകൾ വർഷങ്ങൾ, കാലാന്തരങ്ങൾ പഴക്കമുള്ള ഫ്രീസറുകൾ മാറ്റി പുതിയ സ്ഥാപിക്കണമെന്ന് HMC യോഗത്തിൽ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്.
പക്ഷേ അതിനൊന്നും വക കൊടുക്കാതെ ഇവിടുത്തെ ഒരു പുതിയ സൂപ്രണ്ട് നിവിൻ കൃഷ്ണൻ, അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം നിരവധി തവണ അദ്ദേഹം നഗരസഭാ അധികാരികളെ അറിയിച്ചു. ഇപ്പോൾ അപ്പോൾ പറഞ്ഞു ഇലക്ഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി കഴിഞ്ഞ കുറേ മാസങ്ങൾ കൊണ്ട് പറയുകയാണ്. അപ്പോൾ അവർക്ക് ഇലക്ഷൻ തിരക്കാം, എങ്ങനെ അധികാരം നേടണം, നഗരസഭയുടെ അധികാരം വീണ്ടും LDF-ന് വരണം. അപ്പോൾ അധികാര കസേരയ്ക്ക് വേണ്ടി പാവപ്പെട്ടവരെ ദ്രോഹിക്കുന്ന, പാവപ്പെട്ടവരെ മറക്കുന്ന, പാവപ്പെട്ടവർ വിഷമങ്ങൾ കാണാത്ത ഈ കള്ളന്മാർ ഇലക്ഷന്റെ പേര് പറഞ്ഞ് 3-4 മാസം പാവപ്പെട്ടവരെ ദ്രോഹിച്ചു. അന്നും സൂപ്രണ്ട് വിളിച്ചു പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, നമുക്ക് ചെയ്യാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 1 മാസക്കാലമാകുന്നു. അധികാരമേറ്റ പുതിയ ചെയർപേഴ്സൺ ഉണ്ട് അനിത ഗോപകുമാർ, മറ്റ് ഭരണാംഗങ്ങളുണ്ട്, വികസന കാര്യ ചെയർമാനുണ്ട്. അപ്പോൾ ഇതുവരെ ആരും ഈ താലൂക്ക് ആശുപത്രിയിലോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും അധികാര കസാര കിട്ടി, പിന്നെ തിരിഞ്ഞു നോക്കണം. അതുവരെ നാടകങ്ങൾ. അത് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ധനകാര്യമന്ത്രി കൊട്ടാരക്കര മണ്ഡലം എല്ലാവർക്കും അറിയാം, ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇലക്ഷൻ അടുത്തപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി 3 മാസം ബാക്കി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നലെ എന്തായാലും വർക്ക് ദി ഹോം. അപ്പോൾ തറക്കല്ലിടകളുടെ ഉദ്ഘാടനങ്ങളും തറക്കല്ലിടലിൽ മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പറയാൻ ആരുടെയെങ്കിലും വീടിന് തറക്കല്ലിടാനുണ്ടെങ്കിൽ നമുക്ക് ഒരാളുണ്ട്, ഫുൾ ടൈം ഫ്രീ ആണ്. അതുകൊണ്ട് ആരെങ്കിലും വീട് വെക്കുവാണെങ്കിൽ തറക്കല്ലിടാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഉണ്ട്. അത് മാത്രമാണ് പുള്ളിയുടെ ജോലി. തറക്കല്ലിടുക, നാടമുറിക്കുക, തറക്കല്ലിടുക, നാടമുറിക്കുക. അപ്പോൾ അതിനുവേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ മന്ത്രി സമീപിക്കണമെന്ന് മാത്രം ഞാൻ പറയുന്നു. അതുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ വിഷമം കാണാത്ത, ഈ പാവപ്പെട്ടവരെ ദ്രോഹിക്കുന്ന ഇവിടുത്തെ ഭരണകൂടം എവിടെയാണ്? നഗരസഭയുടെ ഭരണകൂടം എവിടെയാണ്? ഇന്നലെ ഇവിടെ സംഭവം ഉണ്ടായി. രാത്രി ഞങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുള്ളതാണ്. ഡയാലിസിസ് യൂണിറ്റിൽ 9 രോഗികൾ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഡയാലിസിസ് യൂണിറ്റ് ഇൻവെർട്ടർ പൊട്ടിത്തെറിക്കുകയുണ്ടായി. പൊട്ടിത്തെറിച്ച് ആശുപത്രി മുഴുവൻ പുക കാരണം ഈ രോഗികൾക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നാം ചിന്തിക്കണം. അങ്ങനെ ഞങ്ങൾ ഓടി വന്നപ്പോൾ ആ സമയത്ത് 9 പേഷ്യന്റ് ഡയാലിസിസ് പൂർത്തിയാക്കാതെ അവർ ബഹളം വെച്ചു. വെച്ചപ്പോൾ അവരെ ഇനി ഈ ഒരു അവസരം ഇവിടെ ഉണ്ടാവത്തില്ല എന്ന് വരെ അവരെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ആ ഡയാലിസിസ് പൂർത്തിയാക്കാതെ അവരെ മടക്കി അയച്ചു. അപ്പോൾ എത്ര ക്രൂരമായ നടപടികളാണ് ഇവിടുത്തെ ആശുപത്രിയുടെ അധികാരികൾ സ്വീകരിക്കുന്നത് നാം മനസ്സിലാക്കണം. എത്ര പേരാണ് ചികിത്സയ്ക്ക് വരുന്നത്? നമ്മൾ OP അവിടെ നോക്കണം. രാവിലെ 8 മണിക്ക് OP കൗണ്ടർ തുറക്കും. 4-5 കൗണ്ടറുണ്ട്. 1-2 കൗണ്ടറിലാണ് ആളിരിക്കുന്നത്. ഈ രാവിലെ 6 മണി തൊട്ട് വന്ന പാവപ്പെട്ടവർ, പ്രായമുള്ളവർ, കൈക്കുഞ്ഞുങ്ങളുമായി വരുന്നവർ, മുതിർന്നവർ എല്ലാവരും വന്ന് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ തോന്നിയതുപോലെ 2 സാറുമാർ വരും, അവരവിടെ ഇരിക്കും. അതും അവരുടെയൊക്കെ മുഖം കണ്ടാൽ നമ്മൾ എന്തോ അങ്ങ് അവരുടെ ഭിക്ഷ വാങ്ങി നിൽക്കുന്ന രീതിയിലാണ് അവരുടെയൊക്കെ പെരുമാറ്റം. അത്രത്തോളം വളരെ മോശപ്പെട്ട പെരുമാറ്റം. നാം ചിന്തിക്കണം. ഒരു താലൂക്ക് ആശുപത്രി സാധാരണക്കാരുടെ ആശുപത്രിയാണ്. നമ്മളെല്ലാവരും ടാക്സ് കൊടുക്കുന്ന ഉപയോഗിച്ച് നടത്തുന്ന താലൂക്ക് ആശുപത്രി, അല്ലാതെ ധനകാര്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ അല്ല, നഗരസഭ ഭരണകൂടത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ അല്ല, കൊടുക്കുന്ന സുരേഷ് MP-യുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ അല്ല. ഇത് സാധാരണക്കാർക്ക് അർഹതപ്പെട്ടതാണ്. ആരുടെ ഔദാര്യമോ ഓശാരമോ അല്ല. അത് ഈ അധികാരികൾ മനസ്സിലാക്കണം. ഈ നാട്ടിലെ അധികാരികൾ, നഗരസഭയുടെയും ഈ MLA-യും ഈ MP-യും അടക്കമുള്ളവർ ഇത് പരിശോധിക്കണം. നിങ്ങൾക്ക് എന്താണ് പണി സാറേ? നിങ്ങൾക്ക് എന്താണ് പണി? മന്ത്രി ബാലഗോപാലിനോട് ഞങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? നിങ്ങൾക്ക് എന്താണ് ജോലി? നിങ്ങളുടെ ഒരു അസംബ്ലി മണ്ഡലം, അല്ലെ 100-150 ബൂത്തുള്ള ഒരു ചെറിയ ഒരു അസംബ്ലി മണ്ഡലത്തിലെ ആൾക്കാരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവരുടെ രോഗം ചികിത്സിക്കാൻ കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് മിസ്റ്റർ ബാലഗോപാലൻ നിങ്ങൾ ഈ അധികാര കസാരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ അധികാരം പങ്കുവയ്ക്കുന്നത്? സാധാരണക്കാരെ ദ്രോഹിക്കുന്ന ഈ നിലപാടുകൾ അവസാനിപ്പിക്കുക. ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി താലൂക്ക് ആശുപത്രി വിഷയങ്ങൾ ഇടപെടുന്നുണ്ട്. എന്താണ് ഇടപെട്ട ഉടനെ കേസാ, ഉടനെ കേസാക്കി നമ്മളങ്ങ് ഭീഷണിപ്പെടുത്തി കളയുക. കേസ് വലിയൊരു കേസൊക്കെ ഞങ്ങൾക്ക് ഇതൊന്നും പുത്തരിയല്ല. ഞങ്ങൾ കേസിൽ എത്ര കേസ് നടത്തുവാനും ജയിലിൽ പോയി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ കുറച്ചു പേര് പോയാൽ അടുത്ത പ്രവർത്തകർ വരും. അതുകൊണ്ട് ഞങ്ങളെ ആ തരത്തിലൊന്നും ഒതുക്കാൻ ഒരു അധികാരം നടക്കില്ല. അതുകൊണ്ട് അടിയന്തരമായി ഞാൻ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ ചെയ്യാൻ നഗരസഭയുമായി ആലോചിച്ചിരുന്നു. നഗരസഭാ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം വിളിച്ചപ്പോൾ ഉടനെ ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ അധികാരികൾ, ഈ നഗരസഭ ഭരണകൂടം ഇതിനെ തയ്യാറാക്കാൻ സമ്മതിക്കുന്നില്ല. എന്താണ് അവരുടെ ഉദ്ദേശം? രാവിലെ അവിടെ വന്ന് ഏതോ ഭൂമിയൊക്കെ കയ്യേറാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനൊക്കെ അവർക്ക് സമയമുണ്ട്. നമ്മുടെ മണികണ്ഠൻ ആൽത്തറ വന്ന് ക്ഷേത്രഭൂമി കയ്യേറാൻ ശ്രമിക്കുന്നു. അങ്ങനെ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ രാവിലെ അന്ന് ആ സമയത്ത് ഇവിടെ വന്ന് നോക്കിയിട്ട് ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, ഇവിടെ കിടക്കുന്ന രോഗികൾക്ക്, ഇവിടെ ഇരിക്കുന്ന കൂട്ടിരിപ്പുകാർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടണം ചോദിക്കാൻ ഏതെങ്കിലും ഒരു നേതാവ്, ഞാൻ വെല്ലുവിളിക്കുന്നു, ഇതുവരെ ഏതെങ്കിലും ഒരു നേതാവ് വന്നിട്ട് LDF-ന്റെയോ UDF-ന്റെയോ ഏതെങ്കിലും ഒരു നേതാവ് വന്നിട്ട് ഈ വാർഡുകളിൽ കയറി ഇറങ്ങി
ജനറൽ വാർഡിലും പേ വാർഡിലും ഒക്കെ കയറി ഇറങ്ങി നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, ഇവിടെ എല്ലാം ഓക്കെ ആണോ, ഇവിടെ എല്ലാം സജ്ജമാണോ എന്ന് ചോദിച്ച ഒരു നേതാവുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ അധികാരവർഗം ഈ നാട് വിട്ടു പോവുക, ഈ രാജിവെച്ച് പോവുക എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് വിഷയങ്ങൾ എല്ലാം കൂടെ പറയാൻ സമയമില്ല. കാരണം ഇവിടെ എല്ലാവരും ഈ ഒരു കെട്ടിടം അതാണ്ട് പൊളിഞ്ഞു വീഴാതെ നിൽക്കുന്നത്, ഇവിടെ പൊളിഞ്ഞു വീഴുന്ന ഷെയ്ഡ് പൊളിച്ചു മാറ്റാൻ എല്ലാവരും കാണാം. ഇത് BJP സമരം ചെയ്തതാണ്. BJP നിരവധി തവണ സമരം ചെയ്ത് ഈ ഷെയ്ഡ് ഈ കെട്ടിടം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇതിന്റെ കീഴിൽ നിൽക്കല്ലേ ചേട്ടാ, അതൊക്കെ ഇടിഞ്ഞു വീഴും, ഏത് സമയം ഇടിഞ്ഞു വീഴാൻ നിൽക്കുക. അതുകൊണ്ട് അത്രയും ദുരന്തം നടക്കാൻ പോവുകയാണ്. കോട്ടയത്ത് ഒരു സ്ത്രീ മരിച്ചെങ്കിൽ ഇവിടെ ഒരു സ്ത്രീയല്ല, ഒരു പുരുഷനല്ല, ഒരുപാട് ഇവിടെ ഫാർമസി പ്രവർത്തിക്കുന്നു, ലാബ് പ്രവർത്തിക്കുന്നു. അപ്പോൾ നിരവധി ജീവനക്കാരും രോഗികളും കൂട്ടിരിപ്പുകാരും ഉള്ള ദൂരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഇപ്പം നിലവിലുള്ള ഈ ഒരു കെട്ടിടം ഏത് സമയം നിലമ്പത്താന്ന അവസ്ഥയിലാണ് ഇതൊക്കെ മാറുക. അതാണ്ട് മുമ്പിലുണ്ടൊരു ഉദാഹരണം. ദാണ്ട് ധനകാര്യമന്ത്രി തുടങ്ങി വെച്ച കാര്യങ്ങൾ കിഫ്ബി ആയിട്ട് ബന്ധപ്പെട്ട് കിഫ്ബി ഏറ്റെടുത്ത ഒരു പ്രവർത്തനമാണ്. 2 വർഷക്കാലമായി ആ കെട്ടിടം അവിടെ നിൽക്കുന്ന ഇതുപോലെ 2 വർഷക്കാലമായി ആരാരുമില്ല, ആരും ചോദിക്കാനില്ലാതെ കമ്പി കോടിക്കണക്കിന് രൂപയുടെ കമ്പി തുരുമ്പെടുത്ത് പോയിരിക്കുന്നത്. ആര് നഷ്ടം പറയും? ഈ കാശ് ആരുടെയാണ്? ഈ നാട്ടിൽ സാധാരണക്കാരുടെ ടാക്സ് ആണത്. ആര് ഉത്തരവാദിത്വം പറയും? ഒരു പുതിയ കെട്ടിടം പണിഞ്ഞു, ഡോക്ടർ വന്ദനാദാസിന്റെ പേരിൽ ഒരു പുതിയ കെട്ടിടം പണിഞ്ഞു. ആ കെട്ടിടം കൊണ്ട് ഈ ഒരു രോഗിക്കോ ഇവിടെയുള്ള ഒരു കൂട്ടിരിപ്പുകാർക്കോ ഏതെങ്കിലും ഒരു രോഗിക്കോ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? അധികാരികൾ അവിടെ ഫാനിന്റെയും AC-യുടെയും കീഴിൽ ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ, ഇതുപോലുള്ള ചേച്ചിമാർ ഇവിടെ വന്ന് കരയുകയാണ്. കൂടപ്പുറപ്പ് മരിച്ചിട്ട് ബോഡി വെക്കാൻ സ്ഥലമില്ല, എവിടെ കൊണ്ടും പൈസ ഇല്ല. കൊല്ലം വരെ പോകണമെങ്കിൽ തന്നെ എത്ര രൂപ വേണം? 10,000-2,000 രൂപ ആംബുലൻസിന് വേണം. തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ എത്ര രൂപ വേണം? അപ്പോൾ ആ തരത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരെയും രോഗികളെയും വഞ്ചിക്കുന്ന ദ്രോഹിക്കുന്ന നിലപാടുകൾ അവസാനിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ അടുത്ത സമരം ഇവിടെയല്ല, ഞങ്ങൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത തവണ ശവശരീരവുമായി ഞങ്ങൾ ബാലഗോപാലിന്റെ വസതിയിലേക്ക് ഞങ്ങൾ കടന്നു കയറും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ. അതുപോലെ അനുരാഗ് ഗോപകുമാറിന്റെ ചെയർപേഴ്സന്റെ വീട്ടിലോട്ട് ഞങ്ങൾ ശവശരീരവുമായി കടന്നു വരും. കൊടുക്കുന്ന സുരേഷ് MP-യുടെ ഓഫീസിലോട്ട് ഞങ്ങൾ കടന്നു വരും. ഇവിടെ ഐഷ പോറ്റി കോൺഗ്രസിൽ പോയി ഭയങ്കര കൊട്ടിഘോഷിച്ച് നടക്കുന്ന ആൾക്കാർ 15 വർഷക്കാലം അവർ MLA ആയിരുന്നു. ഈ ഹോസ്പിറ്റലിന് വേണ്ടി എന്ത് ചെയ്തു പറയുന്നല്ലോ, ഞാനിരുന്നപ്പോൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്ന ഐഷ പോറ്റി ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നു എന്ന് പറയുന്നു. സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സാധാരണക്കാരുടെ എന്താ പറയുക ദുരിതം മാറ്റാനുള്ള ഒരു ധർമാശുപത്രി, ഈ ആശുപത്രിയിലേക്ക് വേണ്ടി കഴിഞ്ഞ 15 വർഷം MLA ആയിരുന്ന ഐഷ പോറ്റി എന്ത് ചെയ്തു? ഐഷ പോറ്റി ഞങ്ങൾ ചോദിക്കുന്നു, ഈ ആശുപത്രിക്ക് വേണ്ടി, ഈ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു ഒരു 50 കൊല്ലം മുമ്പിട്ടുള്ള ആശുപത്രി അതേപോലെ, അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പിട്ടുള്ള ആശുപത്രി അതേപോലെ നിൽക്കുകയാണ്. ഒരു മാറ്റമില്ല. ജനിച്ച അന്നോട്ട് ഇതേ അവസ്ഥയിലാണ് കാണുന്നത്. പല കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി. ഇതാണ് അവരുടെ രീതി, പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ് അവരുടെ രീതി. അതുകൊണ്ട് കൂടുതലൊന്നും വിശദീകരിക്കാതെ പറയാൻ വ്യക്തമായി ആധികാരികമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മോർച്ചറി അടിയന്തരമായി റിപ്പയർ ചെയ്തല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്ന, താൽക്കാലികമായി റിപ്പയർ ചെയ്ത് അടിയന്തരമായി ഈ കേടായിട്ടുള്ള കാലകാലങ്ങളായി പഴക്കമുള്ള ഈ ഫ്രീസറുകൾ മാറ്റി പുതിയ ഫ്രീസറുകൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ശവശരീരവുമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികാരികളുടെ വീട്ടിലോട്ട് ഞങ്ങൾ ശവശരീരങ്ങളുമായി കടന്നു കയറും, സംശയമില്ല. അതുകൊണ്ട് നഗരസഭ അധികാരികൾ, ഇവിടെ വികസന കഴിഞ്ഞ ചെയർമാൻമാർ, നമുക്കറിയാം SR രമേശ് അടക്കമുള്ള ചെയർമാൻമാരുടെ പങ്കുവച്ചു. ഉണ്ണികൃഷ്ണ മേനോൻ, ഷാജു, SR രമേശ് എന്ന് പറയുന്ന 3 ചെയർമാർ പങ്കുവച്ചു. അധികാര കസാര പങ്കുവച്ചപ്പോൾ അത് അഴിമതികളുടെ വിഹിതം കൈപ്പറ്റുന്നതിന് വേണ്ടിയുള്ള മത്സരമാണ് അവിടെ നടന്നിട്ടുള്ളത്. പകരം വികസനത്തിലുള്ള മത്സരമായിരുന്നെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാമായിരുന്നു. അപ്പോൾ ഒരു വികസനത്തിനും നേതൃത്വം കൊടുക്കാതെ 3 ചെയർമാൻമാരും ലക്ഷങ്ങൾ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതോടൊപ്പം കോൺഗ്രസ് പാർട്ടി നേരെ സൂചിപ്പിച്ചു, കോൺഗ്രസ് പാർട്ടിയുടെ കൗൺസിലർമാരും കോൺഗ്രസ് പാർട്ടിയുടെ MP അടക്കമുള്ളവർ ഈ നാട്ടിലെ ജനങ്ങളെ അത്രത്തോളം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിച്ചിരിക്കുന്നു. എല്ലാ അഴിമതിക്കും ഒത്താശ ചെയ്യുകയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഈ കൊട്ടാരക്കരയിലെ ജനകീയ പ്രതിപക്ഷമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു, അടിയന്തരമായി ഈ ആശുപത്രിയിലെ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഞങ്ങൾ കടന്നു കയറും. ബാലഗോപാൽ വസതിയിലേക്ക് വരും, അനുരാഗ് ഗോപകുമാർ വസതിയിലേക്ക് ഞങ്ങൾ വരും, കൊടുക്കുന്ന സുരേഷിന്റെ വസതിയിലേക്ക് ഞങ്ങൾ വരും. അതുകൊണ്ട് ഈ അടിയന്തര നടപടി സ്വീകരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഏകദേശം 2 ആഴ്ചക്കാലമായി ഈ മോർച്ചറിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് ഈ മോർച്ചറി. അതുകൂടാതെ ഇപ്പോൾ വൈക്കലൊരു പ്രൈവറ്റ് മോർച്ചറി ഉണ്ട്. അവിടെ ചെന്നാൽ നല്ലൊരു തുക കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ വെക്കാൻ പറ്റൂ. ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ ആശ്രയിക്കുന്ന ഹോസ്പിറ്റലാണ് താലൂക്ക് ഹോസ്പിറ്റൽ. ഇവിടെ ഒരു മോർച്ചറി സംവിധാനം കേടായിട്ട് 2 ആഴ്ചയായി.
കഴിഞ്ഞ 3-4 മാസം മുമ്പ് ഇത് താൽക്കാലികമായിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് പുതിയ ഒരു മോർച്ചറി സംവിധാനം വരുമെന്ന് കഴിഞ്ഞ ടൈമിലെ കൗൺസിലിൽ പറഞ്ഞിരുന്നതാണ്. എന്നാൽ അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാതെ റിപ്പയറിംഗ് നടത്തി ഗ്യാസ് ചാർജിങ് മാത്രം നടത്തി ഇതിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ മേനോൻ ചെയർമാനായിരുന്ന സമയത്ത്. എന്നാൽ ഇന്ന് ഈ മോർച്ചറി പൂർണ്ണമായിട്ടും എന്നും എപ്പോഴും ഫുള്ളായിട്ടിരിക്കുന്ന ഒരു മോർച്ചറി സംവിധാനമാണ് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലുള്ളത്. ആ മോർച്ചറി സംവിധാനം നിലച്ച പാവപ്പെട്ട ആളുകളെ തികച്ചും വലയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ ഇന്ന് ഈ BJP നടത്തുന്ന ഈ സമരം ഒരു സൂചനാ സമരം മാത്രമാണ്. ഇപ്പം മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആളുകൾ നിരവധിയായ കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട്. ആളുകൾക്ക് ഉപകാരപ്രദമല്ലാത്ത കെട്ടിടങ്ങളാണ് ഇവിടെ എല്ലാം കാണുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ കിഫിയുടെ ഫണ്ട് ഉപയോഗിച്ച് എല്ലാം പറയുന്ന കിഫി ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഓരോരുത്തരും എത്ര ലക്ഷം രൂപ കടക്കാനാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. എല്ലാം നിലയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ട് കിഫി ഫണ്ട് എത്ര ശതമാനം പലിശയ്ക്കാണ് കിഫി ഫണ്ട് നമ്മൾ മേടിക്കുന്നത്. ഇത് ഓരോരുത്തരെയും നമ്മൾ ജനിക്കുന്ന ഓരോ കുഞ്ഞിന് പോലും ആ പലിശ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം കടന്നിരിക്കുകയാണ്. ഇതിനൊക്കെ ഈ പുരോഗമനം വികസനം നടന്നു എന്ന് പറയുന്നത് 9 വർഷക്കാലം വികസനം നടന്നു, 10 വർഷക്കാലം വികസനം നടന്നു. എന്തോ വികസനമാണ് നടന്നത്? ഒരു വികസനവും നടന്നിട്ടില്ല. കഴിഞ്ഞ 5 വർഷക്കാലം കൊട്ടാരക്കര നഗരസഭയുടെ കൗൺസിലറായിരുന്നു. എന്ത് വികസനം നടന്നു? കൊട്ടാരക്കര ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അത് വെട്ടിപ്പൊളിച്ചിട്ട് 5 വർഷമായി. അതിന് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മാർക്കറ്റ് ജംഗ്ഷനിലെ ചന്ത, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ എല്ലാം നടക്കുന്നു. ഉദ്ഘാടനങ്ങൾ നടക്കുന്നതല്ലാതെ വേറൊരു കാര്യവും നടക്കുന്നില്ല. ഇന്ന് രാവിലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഒരു ഭൂമിയിൽ അവിടെ പാർക്ക് നിർമ്മിക്കാൻ എല്ലാവരും കൂടെ കൗൺസിലർമാരെല്ലാം കൂടെ വന്നു. അത് ക്ഷേത്രഭൂമിയാണ്. ക്ഷേത്രത്തിൻ്റെ ഊരായ്മക്കാരെ അഗൂർ മനയുടെ ഊമമ്പള്ളി മനയുടെ അവകാശികളാണ് ആ ഭൂമിയുടെ അവകാശം. അവിടെ ദേവസ്വം ബോർഡിനല്ലാതെ വേറെ ആർക്കും ഒരു കെട്ടിടവും ഒരു നിർമ്മാണവും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നഗരസഭ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് അവിടെ എല്ലാവരും വന്ന് പാർക്ക് നിർമ്മിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് ഇവിടെ? ആ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാതെ ജനങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് താലൂക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ. ഇവിടെ എല്ലാം ഒരു ലിഫ്റ്റിൻ്റെ പ്രവർത്തനമുണ്ട്. ലിഫ്റ്റ് 2 ദിവസം കയറി 2 ദിവസം കേടാവും, 2 ദിവസം പ്രവർത്തനവും പകുതി ചെന്ന് നിൽക്കും. അങ്ങനത്തുള്ള ലിഫ്റ്റാണ് ഇവിടെ ഉള്ളത്. താലൂക്ക് ഒരു എക്സ്റേ യൂണിറ്റ്, ECG യൂണിറ്റ് എല്ലാം താറുമാറായി കിടക്കുന്ന അവസ്ഥയാണ്. ഇപ്പം അനീഷ് പറഞ്ഞ പോലെ ഇപ്പം വന്ന ഒരു സൂപ്രണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നഗരസഭ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. നഗരസഭയുടെ ഒരു പ്രവർത്തനവും നഗരസഭ ചെയർമാനും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒന്നും ഒരു താങ്ങും കൊടുക്കാതെ കൊട്ടാരക്കര ആശുപത്രി ഇങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ സമരം ഒരു സൂചനാ സമരം മാത്രമാണ്. അനീഷ് പറഞ്ഞ പോലെ ഇനി ഈ മോർച്ചറി പെട്ടെന്ന് തന്നെ റെഡിയാക്കിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ മുന്നോട്ട് പോകുന്നു മാത്രം വെച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.